നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ക്വാസി ഹിസ്റ്ററി അഥവാ അർദ്ധചരിത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നോട്ട്സ് എഴുതി പോവുക. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അർദ്ധം എന്ന് വെച്ചാൽ അപൂർണമായത് അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തത് എന്നാണല്ലേ അർത്ഥം. അപ്പോൾ അർദ്ധചരിത്രം എന്ന് വെച്ചാൽ എന്തായിരിക്കും? പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പുള്ള ചരിത്ര കാലഘട്ടമാണ് അർദ്ധചരിത്രം എന്ന് പറയുന്നത്. അതായത് ഇന്ന് കാണുന്ന രീതിയിൽ ചരിത്രരചന വികാസം പ്രാപിക്കാത്ത കാലഘട്ടത്തിലാണ് അർദ്ധചരിത്രം രചിക്കപ്പെട്ടുള്ളത്. നമുക്കറിയാം, ചരിത്രം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം വളർന്നു വന്ന ഒന്നല്ല, അല്ലേ? അതിന് ഒരുപാട് ഘട്ടങ്ങളിലൂടെ പരിണമിച്ചിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ചരിത്രം എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൻ്റെ പരിണാമഘട്ടത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ് അർദ്ധചരിത്രം എന്ന് പറയുന്നത്. ചിലുകളും നാടോടി ഗാന പാരമ്പര്യങ്ങളും കാലാനുസൃത വിവരണങ്ങളുമെല്ലാം ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇവയെ പൂർണ്ണ ചരിത്രം എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഈ കൃതികളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ നാടോടി ഗാന പാരമ്പര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ചില തെളിവുകൾ ലഭിക്കും. ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഭരിച്ച രാജാവിനെ കുറിച്ചോ ഒരു സ്ഥലനാമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിക്കും. എന്നാൽ പക്ഷേ ഇതിന് എന്താണ്, നമുക്കൊരു പൂർണ്ണ ചരിത്രം എന്ന് പറയുന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല. എന്തൊക്കെയോ തെളിവുകൾ ലഭിക്കുന്ന ഒരു ഉറവിടം എന്ന രീതിയിൽ നമുക്ക് ഇവയെ കണക്കാക്കാനായിട്ട് സാധിക്കും. പ്രാചീന നാഗരികതകളായിട്ടുള്ള മെസപ്പട്ടോമിയയിലും ഈജിപ്തിലും അർദ്ധചരിത്രങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദൈവങ്ങളായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ എടുത്തു നോക്കുക. അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ദൈവങ്ങളാണല്ലേ. പക്ഷേ അതിൽ എന്തൊക്കെയോ ചരിത്രത്തിൻ്റെ അംശങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സാധാരണ മനുഷ്യർ മിത്തുകളിൽ കഥാപാത്രങ്ങളായിരുന്നില്ല. എന്നാൽ രാജാക്കന്മാരുടെ വീരഗാഥകൾ അർദ്ധചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹിബ്രു വിരുദ്ധ ലിഖിതങ്ങളിലും അർദ്ധചരിത്രങ്ങൾ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്വാസി ഹിസ്റ്ററിക്ക് അഥവാ അർദ്ധചരിത്രത്തിന് മികച്ച ഉദാഹരണങ്ങളാണ് മിത്തുകളും തിയോക്രാറ്റിക് ഗ്രന്ഥങ്ങളും എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മിത്തുകൾ, അതുപോലെ തിയോക്രാറ്റിക് ഗ്രന്ഥങ്ങൾ എന്നിവ ക്വാസി ഹിസ്റ്ററിയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. മിത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമായണം, മഹാഭാരതം എന്നിവ എന്താണ്? മിത്തുകളാണ്. അപ്പോൾ ക്വാസി ഹിസ്റ്ററിയുടെ മികച്ച ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള മിത്തുകൾ. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്വാസി ഹിസ്റ്ററി അഥവാ അർദ്ധചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉള്ള വളർച്ചയ്ക്ക് മുമ്പുള്ള കാലഘട്ടമാണ് അർദ്ധചരിത്ര കാലം അല്ലെങ്കിൽ അർദ്ധചരിത്ര രചന എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിത്തുകളും അതുപോലെ തിയോക്രാറ്റിക് ഗ്രന്ഥങ്ങളും. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.